ആരാ ആരാന്ന് നോക്കാൻ പറഞ്ഞു. ആര് അവര് ആരാ? പതാനേ. പത്താനഹിയ അതാരി? ഞാനാടാ പത്താനേ. നീയാണോ പത്താനഹി? ഞാൻ തന്നെയാണ് പത്താനോ. ഇതാരാടത്? ഇയാളെന്റെ ലുങ്കിയാണോ എടുത്തേക്കണ്? ആ ഇത് ഇവന്റെ അകന്നൊരു ബന്ധുവാ. പേര് മസ്താൻ ഭായ്. അതേത് ബന്ധു? അതാരാ നിനക്ക് ഞാൻ അറിഞ്ഞൂടാത്തൊരു ബന്ധു? ആരത്? അത് സാറയുടെ പപ്പയാണെന്ന് പറഞ്ഞ് ഞാൻ ഈ കോഫി ഷോപ്പിൽ നിന്ന് ആള് മാറി വിളിച്ചിട്ട് വന്ന പുതിയ മെമ്പറാ. മെസ്സി ഫാനാ. എടാ നിനക്കൊന്ന് വേറെ പണിയില്ലേ? ആ താഴെയുള്ള വേട്ടാവളയന്മാരെ പറഞ്ഞുവിടാൻ തന്നെ ഒന്ന് കഷ്ടപ്പാടാണ്. അപ്പോഴാണ് പുതിയ അഡ്മിഷൻ. മിസ്റ്റർ യേശുക്രിസ്തു, ഈ വർഷം ഞങ്ങൾ അഡ്മിഷൻ ഒന്നും പുതിയത് എടുക്കണില്ല. പോയിട്ട് അടുത്ത വർഷം വാ. ഓക്കെ? എടാ സാമേ, നീ എന്തോടെ കാണിക്കുന്നത്? പുള്ളിയുടെ സാധനം കിട്ടി കഴിഞ്ഞാൽ പോക്കോളൂല്ലേ? ഇനി അതല്ല നിനക്ക് വല്ല പ്രശ്നമുണ്ട്, ഇനി അത് പറ. എല്ലാം കഴിഞ്ഞു പോയടാ എന്റെ ഓൺ സൈറ്റ് പ്ലാൻ. എടാ അമേരിക്കയിലെ അമ്മാവൻ റിച്ച് ആണ്, സിംഗിൾ ആണ്, ബാച്ചിലർ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ മസാല കയറ്റി അങ്ങ് തള്ളി മറിച്ച്. എന്നിട്ട് സാം, ഒരു വീഡിയോ കോൾ ആണെങ്കിലും കുഴപ്പമില്ല. സാമിന്റെ അമ്മാവൻ എനിക്കൊന്ന് മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിന്റെ വാതിക്ക് വരെ എത്തിയിട്ട് തിരിച്ചു വരേണ്ടി വന്നല്ല. ഞാനാണെങ്കിൽ സങ്കടത്തിൽ റിസൈൻ ഇട്ടേരെ. അല്ല, എന്റെ സങ്കടം ഇവന്റെ ചാൻസ് മിസ്സായാലല്ല, ഈ നറുക്കൂടിയ സതീഷിന് കിട്ടുന്ന ആലോചിക്കുമ്പോഴാ. സതീഷ് മുടക്കണം. ഒരു ഡ്യൂപ്ലിക്കേറ്റ് അമ്മാവനെ. ഒരാളുണ്ട്. അല്ല അതിപ്പോ ഞാൻ മിണ്ടരുത്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഫാൻസി ഡ്രസ് കളിച്ചോളാം. ദേ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, അവിടുന്ന് മുട്ടിഞ്ഞ് ഇംഗ്ലീഷ് ആയിരിക്കും വരാൻ പോകുന്നത്. യാ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓ കേട്ടാ? ഓ ഒന്ന് വെറുതെ ഇരിക്കടേ. സ്റ്റാർട്ട് ചെയ്യാം ചേട്ടേ. സ്റ്റാർട്ട്. ഹലോ സർ, ഹൗ ആർ യു ഡൂയിങ്? ഹൗ ഈസ് എവരിതിങ്? സഞ്ജീവിന് പറഞ്ഞ് ജോയിൻ ചെയ്തൊരു ലേഡിയാണ്. ആള് വിചാരിച്ച ചിലപ്പോൾ ആ ലാപ്ടോപ്പ് ഒന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റും. Sir? Sir, can you hear me? Hi Gayatri, I'm doing pretty good, juggling the adventures of life. I bet you know very well how exciting the life of a serial entrepreneur is. And yeah, looking forward to seeing you in person. It was a pleasure for me too, sir. Hope to see you soon. You have a great day. Bye. Bye. ആ ഒരൊറ്റ കോളിൽ മസ്താംബായി ഇടിച്ചു കയറിയത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാത്രമായിരുന്നില്ല, മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് കൂടിയായിരുന്നു.